സംസ്ഥാന സർക്കാർ താലൂക്ക് തലത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ അമ്പലപ്പുഴ താലൂക്കിൽ 278 പരാതികളിൽ തീർപ്പ്. ശനിയാഴ്ച രാവിലെ 9:30 സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച അദാലത്തിൽ മന്ത്രി സജി ചെറിയാൻ പരാതികൾ കേട്ട് പരിഹാരം നിർദ്ദേശിച്ചു. അദാലത്തിലേക്ക് നേരത്തെ ലഭിച്ച 390 അപേക്ഷകളിൽ 318 പരാതികളാണ് പരിഗണനാർഹമായി ഉണ്ടായിരുന്നത്. മറ്റ് 40 അപേക്ഷകളിൽ സത്വര തുടർ നടപടികൾക്ക് നിർദ്ദേശിച്ച് മന്ത്രി വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അദാലത്തിലേക്ക് നേരത്തെ പരാതി നൽകിയവരെയെല്ലാം മന്ത്രി നേരിൽ കണ്ടു. അദാലത്ത് ദിവസം കൗണ്ടറിലൂടെ 268 പുതിയ പരാതികൾ കൂടി ലഭിച്ചു. അദാലത്ത് ദിവസം ലഭിച്ച അപേക്ഷകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും 15 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ADM ആശ C എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ അദാലത്തിന് സന്നിഹിതരായിരുന്നു. കുട്ടനാട് താലൂക്കിലെ അദാലത്ത് ജനുവരി 6 തിങ്കളാഴ്ച രാവിലെ 9:30 മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് കുട്ടനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. മങ്കൊമ്പ് തെക്കേക്കരയിൽ നടന്ന അനുസ്മരണ യോഗം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടുകാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് ചെന്നിത്തല. ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശരത് പവാറിനെയും ജലസേചന വകുപ്പ് മന്ത്രി പവൻകുമാർ ബൻസാളിനെയും കുട്ടനാട്ടിലേക്ക് അയച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു. കുട്ടനാട്ടിലെ ആയിരക്കണക്കിന് കർഷകർക്ക് ആശ്വാസമായ കാർഷിക വായ്പ എഴുതിത്തള്ളൽ അദ്ദേഹം നടപ്പാക്കി. മൻമോഹൻ സിംഗിന്റെ കയ്യൊപ്പ് ചാർത്തിയ തൊഴിലുറപ്പ് നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വിവരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം എന്നിവ രാജ്യത്തെ ദരിദ്രരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ആദ്യമായി കുട്ടനാട് പാക്കേജ് എന്ന വലിയ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ നേതൃത്വം കൊടുത്തു. അന്നിവിടുത്തെ MP ആയ ശ്രീ കൊടിക്കുന്നിൽ സുരേഷും ഞങ്ങളോടൊപ്പം നിരവധിയായ സന്ദർഭങ്ങളിൽ മൻമോഹൻ സിംഗിനെയും ശരത് പവാറിനെയും കാണാനും വന്നിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ശ്രീ മൻമോഹൻ സിംഗിന്റെ പ്രത്യേകത, ഒരു കാര്യം അദ്ദേഹം കൺവിൻസ്ഡ് ആയാൽ, അദ്ദേഹത്തിന് ബോധ്യമുണ്ടായാൽ ആ കാര്യം എന്ത് വില കൊടുത്ത് നടപ്പാക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്ന നേതാവാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം വളരെ അവിചാരിതമായ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നയാളാണ്. രാജീവ് ഗാന്ധി ആണ് ആ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഞാൻ അന്ന് കോട്ടയത്ത് പാർലമെന്റിൽ മത്സരിക്കുന്ന കാലമാണ്. രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് രക്തസാക്ഷിത്വം വരിച്ചത്. അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷനായിരുന്നു. നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ്, DCC ഭാരവാഹികളായ സജി ജോസഫ്, ടിജിൻ ജോസഫ്, അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി, പ്രമോദ് ചന്ദ്രൻ, UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ, കർഷക കോൺഗ്രസ് നേതാക്കളായ മാത്യു ചെറുപറമ്പൻ, അലക്സ് മാത്യു, DCC നിർവാഹക സമിതി അംഗം VK സേവ്യർ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ നസ്രത്ത് പള്ളി മുതൽ നൂറുപറച്ചിറ പാലം വരെയുള്ള വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. റോഡ് മെയിന്റനൻസിന്റെ ഭാഗമായി വഴിയുടെ കുറച്ചു ഭാഗം ക്വാറി വേസ്റ്റ് ഇട്ട് ഉയർത്തിയെങ്കിലും ജനങ്ങളുടെ ദുരിതം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സമീപന പാതകൾ തകർന്ന നൂറുപറച്ചിറ പാലവും അപകട ഭീഷണി ഉയർത്തുന്നു. ചമ്പക്കുളം പഞ്ചായത്ത് 1-ാം വാർഡിൽ നസ്രത്ത് പള്ളി മുതൽ മങ്കൊമ്പ് കടത്തുകടവ് വരെയുള്ള ആറ്റുതീരം റോഡിൽ കൂട്ടുമ്മേൽ മുതൽ നൂറുപറച്ചിറ പാലം വരെയുള്ള ഭാഗമാണ് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നത്. പ്രദേശവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് 4.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വഴിയുടെ തകരാർ പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങളാകട്ടെ പൂർണ്ണമായും വിജയിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. 2024 മാർച്ചിൽ ആരംഭിച്ച് ഡിസംബർ 31 പണി പൂർത്തീകരിച്ചതായി കാട്ടി കരാറുകാരൻ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ബോർഡാണിത്. ബോർഡ് സ്ഥാപിച്ചിടം മുതൽ കിഴക്കോട്ട് മോട്ടോർ തറയും കടന്ന് കുറച്ചു ഭാഗം വരെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്.
അതേസമയം ബോർഡിൽ പറയുന്ന 100 പറച്ചിറ പാലം വരെ ഇത് എത്തിയിട്ടുമില്ല. മെയിന്റനൻസ് നടത്തിയതിന്റെ ഒരു പ്രയോജനവും തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇപ്പം 24 മണിക്കൂർ ഇപ്പം വഴി വെള്ളമാണ്. വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ നടക്കാൻ പോലും വേണ്ട. വേലി ഇറക്കത്തിൽ പോലും വഴിയിൽ വെള്ളമുണ്ട്. ഇപ്പോൾ അത്രയ്ക്കും ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. മെയിന്റനൻസ് കുറച്ച് ഭാഗത്ത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ബാക്കി കൂടുതലുള്ള സ്ഥലത്ത് ഇപ്പോഴും വെള്ളം കയറി കിടക്കുക. ഈ മെയിന്റനൻസ് നടത്തിയതുകൊണ്ട് ബാക്കി ഭാഗത്ത് വെള്ളമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പ്രയോജനം കിട്ടുന്നുമില്ല. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു പ്രയോജനം കിട്ടത്തില്ല. വഴി മുഴുവൻ വെള്ളം. ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നതിനായി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത്. ഇവിടെ വഴിയുടെ തുടക്കഭാഗത്ത് വേലിയേറ്റ സമയത്ത് മുട്ടൊപ്പമുണ്ടാവും വെള്ളം. പ്രദേശത്താകട്ടെ ഒരു വഴിവിളക്ക് പോലുമില്ല. അടിപൊളിയാ ഞങ്ങളുടെ വഴി. ഇതുപോലൊരു വഴി ഇല്ല. ഇനി വാ ഓട്ട് ചോദിച്ച് ഞങ്ങളുടെ പെര കൂടെ പോകും. അത്രേ ഉള്ളൂ കാര്യം. വർഷങ്ങളായത് ഇങ്ങനെ കിടക്കാം. ഒരു വഴി ലൈറ്റ് ഇല്ല. എനിക്കുള്ള കാര്യങ്ങളാണ്. വെള്ളക്കെട്ടായ ഭാഗമടക്കം വഴിയുടെ മെച്ചപ്പെട്ട നവീകരണത്തിന് മറ്റൊരാൾ കരാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വർഷം ഒന്ന് കഴിഞ്ഞിട്ടും അതിന് തയ്യാറാകുന്നില്ലെന്ന പരാതിയും പ്രദേശവാസികൾ ഉന്നയിക്കുന്നു. 2 വർഷം കഴിഞ്ഞു ഇതിങ്ങനെ നടക്കുക. എപ്പോഴും ഇങ്ങനെ വെള്ളവും കയറി കൽക്കട്ടും ഇടിഞ്ഞ് ആകെപ്പാടെ ഞങ്ങൾക്ക് ഒരു വിധത്തിലും യാത്ര ചെയ്യാനും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനും ഒരു സൗകര്യങ്ങളും ഇല്ല ഇവിടെ ഈ ഏരിയയിൽ. പറഞ്ഞിട്ട് ഞങ്ങൾ പറയേണ്ട എല്ലാവരോടും പറഞ്ഞു, എല്ലായിടത്തും ചെന്ന് പറഞ്ഞു, കംപ്ലൈന്റ് കൊടുത്തു. ആരും ഗവനിക്കുന്നേ ഇല്ല. ഇവിടെ ഇന്നേ വരെ ഒരു ഈ പോയി കിടക്കുന്ന ഈ വഴിയിൽ ഒരു കല്ലോ മണ്ണോ ഒന്നും അവര് ചെയ്തിട്ടില്ല. മോട്ടോർ തറ കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോയാൽ 100 പറച്ചിറ പാലമായി. ബോർഡിൽ പറഞ്ഞത് പ്രകാരമുള്ള വികസനം പക്ഷേ ഈ വഴിയിൽ കാണുന്നില്ല. ഇവിടെ കൂടെ മനുഷ്യർക്ക് നടന്നു പോകാനോ പ്രായമായ ഒരു ഉമ്മ എനിക്കുള്ളതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കൂടെ മനുഷ്യന് നടന്നു പോകാൻ പോലും പറ്റത്തില്ല. ഉമ്മ അസുഖമായിട്ട് ഞാനിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് വിവരം പറഞ്ഞാൽ മരുന്ന് മേടിക്കുന്നത്. ഉമ്മ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ 4 പേര് കസേരയിൽ എടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് ഒരാൾ മരിച്ചാലോ ഒന്നും സൈക്കിളിലോ നടന്നോ പോകാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഈ വഴി കൊണ്ടുപോകുന്നത്. ഒരു പാലം പണിതിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ട് ഇത് ഞങ്ങൾക്ക് അതിനൊരു തീരുമാനം എടുത്തു തരണം. 100 പറച്ചിറ പാലത്തിന്റെ ഇരുവശങ്ങളിലെയും അപ്രോച്ച് റോഡുകളിൽ നിന്നും മണ്ണൊലിച്ചു പോയതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി തീർന്നിരിക്കുന്നു. ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കിട്ടാൻ അടുത്ത ഭരണസമിതി വരും വരെ കാത്തിരിക്കണോ എന്നാണ് യാത്രക്കാരുടെ ചോദ്യം. ഒരു ഇരുമ്പ് കേഡറിൽ ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതി നിർമ്മിക്കുകയും അതിന്റെ വിവരത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ചതാണ്. അതുകൊണ്ട് സൈഡിലെ ഗ്രാവൽ ഒലിച്ചു പോയണ്ട് അങ്ങനെ ഓരോ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് അങ്ങ് ഒഴിവാക്കുകയാണ്. പിന്നെ ഇപ്പം 75,000 രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഗ്രാവലിട്ട് ഇതിന് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ അടുത്ത ഒരു ഭരണസമിതിക്ക് വേണ്ടിയാണ് അവർ വെച്ചിരിക്കുന്നത്. ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടു, എന്നാൽ അമ്മ തൊട്ട് എത്തിയതുമില്ല എന്ന മട്ടിലാണ് ഇവിടെ റോഡ് നവീകരണം. പണി പൂർത്തീകരിച്ചത് ബോർഡിൽ മാത്രമാണെന്ന പരാതിയാണ് പ്രദേശവാസികൾക്കുള്ളത്. വെള്ളക്കെട്ടായ കൂട്ടുമേൽ ഭാഗവും 100 പറച്ചിറപ്പാലത്തിന്റെ അപ്രോച്ചുകളും സമീപത്തെ ചെളിക്കുളമായ വഴിയുമെല്ലാം ഇനി എന്നാണാവോ നവീകരിക്കുക? അടുത്ത കോൺട്രാക്ടറുടെ കനിവിനായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. കാര്യക്ഷമമായി പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ താഴെത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ. ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമാണ് കാര്യമായ സ്വാധീനം ചെലുത്താനാകുക എന്നും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ധനവിന്യാസം സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ആസൂത്രണ സമിതി ഉപാധ്യക്ഷയുമായ ബീന പ്രഭ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം R അജയകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി മാത്യു, തദ്ദേശ സ്ഥാപന അധ്യക്ഷർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത സാഹിത്യകാരൻ BR പ്രസാദിന്റെ 2ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും മങ്കൊമ്പിലെ BRന്റെ വസതിയിൽ നടന്നു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്.
നോവലിസ്റ്റ്, നാടക സംവിധായകൻ, കവി, ചലച്ചിത്ര ഗാനരചയിതാവ്, പ്രഭാഷകൻ തുടങ്ങി ബഹുമുഖ പ്രതിഭയായിരുന്ന BR പ്രസാദ് വിട പറഞ്ഞിട്ട് ജനുവരി 4-ന് 2 വർഷം. മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പിടി മലയാള ഗാനങ്ങൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ചാണ് അകാലത്തിൽ BR വിടവാങ്ങിയത്. വലിപ്പച്ചെറുപ്പമില്ലാത്ത സൗഹൃദങ്ങൾക്കുടമയായിരുന്ന BRനെ അനുസ്മരിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം സുഹൃത്തുക്കളും ഒത്തുകൂടി. സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആരംഭിച്ച അനുസ്മരണ സമ്മേളനം ഡോക്ടർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ഒരു വർഷം ജൂനിയറായി പ്രസാദ് ആലപ്പുഴ ST കോളേജിൽ BA മലയാളം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞങ്ങളെ ഈ മലയാളം കുട്ടികളെ പ്രത്യേകിച്ച് സാഹിത്യ താല്പര്യമുള്ള എഴുതുകയും ഒക്കെ ചെയ്യുന്ന അതിനോടൊക്കെ ഉള്ള അടുപ്പാടുള്ള കുട്ടികളെ അന്ന് കോളേജിലെ മരത്തണലിൽ ഒത്തുകൂടുമായിരുന്നു. അങ്ങനെ ആ ഒത്തുകൂടുന്ന സദസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സജീവമായ ഓർമ്മ എനിക്ക് ഉണ്ട്. ആ സ്ഥലത്ത് ആ സമയത്ത് താൻ എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കഥകൾ, നോവൽ, ആട്ടക്കഥ, പ്രസിദ്ധീകരിച്ചല്ല ആട്ടക്കഥയുടെ കൈയെഴുത്ത് കോപ്പിയായിരുന്നു. അന്നത്തെ ആ പ്രായത്തിലേക്ക് ആട്ടക്കഥയൊക്കെ എഴുതിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായിരുന്നു പ്രസാദ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചന. തൃക്കാക്കര ഭാരത് മാതാ കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ തോമസ് പനക്കളം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കവി പുന്നപ്ര ജ്യോതികുമാർ, മജീഷ്യൻ മനു മങ്കൊമ്പ്, BRന്റെ ഭാര്യ വിധു പ്രസാദ്, VR വിനോദ്, ബിജു സെബാസ്റ്റ്യൻ, സലിം കൃഷ്ണ, പ്രകാശ് എടത്വ എന്നിവർ സംസാരിച്ചു. വർഗീസ് പനക്കളം നാടൻപാട്ട് അവതരിപ്പിച്ചു. ഗായിക നിധി ഷിബു BR പ്രസാദ് രചിച്ച ഗാനം ആലപിച്ചു. തലവടി ആനപ്രമ്പാൽ തെക്ക് 1589 നമ്പർ NSS കരയോഗത്തിൽ പുതുതായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു. രാവിലെ 10-ന് NSS ഡയറക്ടർ ബോർഡ് അംഗവും കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ഡോക്ടർ KP നാരായണപിള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതായത് ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളുന്ന വിവിധ ജാതിയിൽപ്പെട്ടവര്, ബ്രാഹ്മണരുടെ ആചാരങ്ങളല്ല നായർക്കുള്ളത്, നായരുടെ ആചാരങ്ങളല്ല ഈഴവ സഹോദരങ്ങൾക്കുള്ളത്. അപ്പോൾ അതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചറിയണം. അതിനെ മാറോട് ചേർത്തുകൊണ്ട് അതിന്റെ സത്യം തിരിച്ചറിഞ്ഞ് അത് നല്ല രീതിയിൽ സമൂഹത്തിന് ഗുണപരമാകുന്ന രീതിയിൽ അതിലെ തെറ്റുകൾ, അതിലെ അനാചാരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് ശക്തമായി പറയുന്ന, അത് ഒഴിവാക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അതാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മഹത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. വിദ്യാഭ്യാസമാണ് നവോത്ഥാനത്തിന്റെ ചാലകശക്തി എന്ന് തിരിച്ചറിഞ്ഞ മഹനീയമായ വ്യക്തിത്വമാണ് മന്നത്താചാര്യൻ. ഉദ്ഘാടന സമ്മേളനത്തിൽ കരയോഗം പ്രസിഡന്റ് B രമേശ് നാലാങ്കൽ അധ്യക്ഷനായിരുന്നു. NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി R രാജീവ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. NSS പ്രതിനിധി സഭാംഗം കൃഷ്ണകുമാർ, യൂണിയൻ കമ്മിറ്റി അംഗം PV സുകുമാരൻ നായർ, യൂണിയൻ പ്രതിനിധി അജിത് പിഷാരത്, വനിതാ സമാജം വൈസ് പ്രസിഡന്റ് അക്ഷര സുധീന്ദ്രൻ, സെക്രട്ടറി വൃന്ദ ഈശ്വരപിള്ള, ഹരികുമാർ ശ്രീവിലാസ് എന്നിവർ സംസാരിച്ചു. മുൻകാല പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര ആചാരങ്ങൾക്ക് കാലോചിതമായ മാറ്റം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് KPMS സംഘടനാ സെക്രട്ടറി N ബിജു. 54ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ കുട്ടനാട് യൂണിയൻ തല സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവർ പഴയ വ്യവസ്ഥിതിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണെന്നും N ബിജു പറഞ്ഞു. KPMS കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ്
എം ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി TR അനിയൻ, മോഹനകുമാർ, ഷൈനി സത്യൻ, T മോൻസി, ത്യാഗരാജൻ കലവൂർ, A സുഗതൻ, MG രാജേഷ് എന്നിവർ സംസാരിച്ചു. ശബരിമലയിൽ വർദ്ധിച്ചു വരുന്ന തിരക്കിലും അയ്യപ്പ ഭക്തർക്ക് ദർശനം സുഗമമായി നടത്താൻ സാധിക്കുന്നതായി ശബരിമല സ്പെഷ്യൽ ഓഫീസർ S മധുസൂദനൻ IPS. നിലവിൽ ഭക്തർക്ക് 20 മിനിറ്റ് മുതൽ അരമണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കേണ്ടതായി വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിരഹിതമായാണ് ഇതുവരെ പോലീസ് സംവിധാനം പ്രവർത്തിച്ചതെന്ന് സ്പെഷ്യൽ ഓഫീസർ S മധുസൂദനൻ വ്യക്തമാക്കി. മകരവിളക്കിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ഈ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുന്നത് വേണ്ടിവന്നാൽ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഇപ്പോഴത്തെ ഒരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 1,00,000-ന് 1,200,300 ആൾക്കാർ ഡെയിലി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1,470 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ 10 ഡിവിഷനിലായിട്ട് ഓരോ DYSPയുടെ കീഴിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ നമ്മൾ ഏകദേശം ഒരു മിനിറ്റിൽ 75-72 ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 75 പേര് വെച്ച് നമ്മൾ കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 96-98 ആയിരത്തോളം ആൾക്കാർ കയറിപ്പോകുന്നു. ബാക്കി അതിൻ്റെ ബാക്കപ്പ് എല്ലാ ദിവസവും ഉണ്ടാവും. ഈ ബാക്കപ്പ് പ്ലസ് ബാക്കപ്പിനെ നമ്മൾ വരുന്നത് മാളികപ്പുറത്ത് പോയതിന് ശേഷം മാളികപ്പുറത്തുള്ള ക്യൂ കോംപ്ലക്സിൽ നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്യും. ഒരു ദിവസം നമ്മൾ 24 മണിക്കൂറിലാകെ 10 മിനിറ്റ് മാത്രമാണ് ഈ അയ്യപ്പ ഭക്തന്മാരെ കയറ്റി വിടാതിരിക്കുന്നത്. അത് എല്ലാ ദിവസവും വെളുപ്പാൻ കാലത്ത് 2:30 മണി മുതൽ ഒരു 5 മിനിറ്റും ഉച്ചയ്ക്ക് 2:30 മണി മുതൽ 5 മിനിറ്റ്. ശരാശരി കണക്കെടുത്താൽ പ്രതിദിനം 1,00,000-ന് മുകളിൽ അയ്യപ്പന്മാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തുന്നുണ്ട്. ശരാശരി 1 മിനിറ്റിൽ 75 പേരാണ് ദർശനം നടത്തുന്നത്. പ്രതിദിനം 96,000 പേർക്കാണ് അയ്യപ്പ ദർശനം ലഭിക്കുന്നത്. ശേഷിക്കുന്നവരെ മാളികപ്പുറത്തുള്ള ക്യൂ കോംപ്ലക്സിൽ തങ്ങാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. 24 മണിക്കൂറിൽ രാവിലെ 2:30 മുതൽ 5 മിനിറ്റും ഉച്ചയ്ക്ക് 2:30 മുതൽ 5 മിനിറ്റും ഉൾപ്പെടെ ആകെ 10 മിനിറ്റ് മാത്രമാണ് അയ്യപ്പ ഭക്തർ 18-ാം പടി ചവിട്ടാതെയുള്ളത്. നടയടച്ചിരിക്കുന്ന സമയങ്ങളിൽ അയ്യപ്പ ഭക്തർ 18-ാം പടി ചവിട്ടി വടക്ക് ഭാഗത്തുകൂടി മാളികപ്പുറത്തേക്ക് എത്തും. അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ക്യൂ കോംപ്ലക്സിൽ അവരെ താമസിപ്പിക്കുകയും നട തുറക്കുമ്പോൾ ദർശനത്തിന് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ജനുവരി 3-ന് 1,176 അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തിയതായി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു. ഇതിൽ മുക്കുഴി റൂട്ടിലൂടെ 4,904 പേരും പുൽമേട് വഴി 4,731 പേരും ഉൾപ്പെടും. തിരക്ക് നിയന്ത്രിക്കുന്നതിന് DYSPമാരുടെ കീഴിൽ 10 ഡിവിഷനുകളിലായി 1,470 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തലവടി CMS ഹൈസ്കൂളിൽ ഈ മാസം 20 മുതൽ 26 വരെ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. സ്മാഷ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു. തലവടി CMS ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ബാഡ്മിന്റൺ കോർട്ടിലാണ് ടൂർണമെന്റ് നടക്കുക. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റ് നീന്തൽ മത്സരത്തിൽ 4 സ്വർണം നേടിയ എടത്വ സ്വദേശി ബിനോമോൻ പഴയമഠം ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. അഖില കേരള ഓപ്പൺ ബാഡ്മിൻ്റൺ മത്സരമാണ് നടത്തപ്പെടുന്നത് ഈ മാസം 20 തൊട്ട് 26 വരെ. അതിൽ നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തവും നിങ്ങളുടെ പ്രോത്സാഹനവും ഉണ്ടാവണം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടെ ഒരു മത്സരം സംഘടിപ്പിക്കുക എന്നതിന് ഉപരിയായി ഏതെങ്കിലും ഒരു കായിക മത്സരത്തിൽ പ്രാവീണ്യമുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന താല്പര്യമാണ് നിങ്ങൾ കോർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഒരു ബാഡ്മിൻ്റൺ അക്കാഡമി ഉണ്ടാക്കണമെന്ന് ഞാൻ ബന്ധപ്പെട്ട ആളോട് പറയുകയുണ്ടായി. അത് ഏതാനും മാസങ്ങൾ സ്ഥാപിതമാകുമെന്നാണ് എൻ്റെ ചിന്ത. റവറൻ തോമസ് നോർട്ടൺ നഗറിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് റവറൻ മാത്യു ജിലോ നൈനാൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപകൻ റജിൽ സാം മാത്യു, സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, ട്രഷറർ എബി മാത്യു ചോളകത്ത്, കൺവീനർ മാത്യൂസ് പ്രദീപ് ജോസഫ്, അഡ്വക്കേറ്റ് ഐസക് രാജു, വണ്ടർ ബീറ്റ്സ് കൺവീനർ GB ഈപ്പൻ എന്നിവർ സംസാരിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അനുശ്രീ MS കുമാർ. മങ്കൊമ്പ് പുതിയ വീട് സുരേഷ് കുമാറിന്റെയും മോഹനകുമാരിയുടെയും മകളാണ് അനുശ്രീ. ഇതിനു മുൻപ് സംസ്ഥാന മലയാള സാഹിത്യ സെമിനാറിലും ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. പല മത്സരങ്ങളിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള അനുശ്രീ മങ്കൊമ്പ് YMPAC വായനശാല ബാലവേദി സെക്രട്ടറിയുമാണ്.
ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി 2024 നവംബർ 6 തീയതി പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ 70 ഉദ്യോഗാർത്ഥികൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കൊല്ലം ജില്ലാ ഓഫീസിൽ ജനുവരി 10 തീയതിയിലും ആലപ്പുഴ ജില്ലാ ഓഫീസിൽ ജനുവരി 30, 31 തീയതികളിലുമായി ആദ്യഘട്ട അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾ വ്യക്തിവിവരക്കുറിപ്പ് പൂരിപ്പിച്ചതും ബന്ധപ്പെട്ട പ്രമാണങ്ങളുടെ അസൽ, OTR വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ID കാർഡിന്റെ അസൽ എന്നിവ സഹിതം നിശ്ചിത സമയത്തും തീയതിയിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അതത് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 64 134 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത 50 വയസ്സ് പൂർത്തിയാക്കാത്ത ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സീനിയോറിറ്റി നിലനിർത്തി രജിസ്ട്രേഷൻ പുതുക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ലഭിച്ച ജോലിയിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് യഥാസമയം ഹാജരാക്കാത്തവർക്കും 2025 മാർച്ച് 18 വരെ രജിസ്ട്രേഷൻ കാർഡ്, അസൽ സർട്ടിഫിക്കറ്റ്, ID കാർഡ് എന്നിവയുമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ ദൂതൻ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 30 622 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയുടെ ഭാഗമായി അംഗീകാരം ലഭിച്ച ഘടക പദ്ധതിയായ മത്സ്യസേവന കേന്ദ്രത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു. 25 ലക്ഷം രൂപ യൂണിറ്റ് കോസ്റ്റ് വരുന്ന ഈ പദ്ധതിയിൽ ഗുണഭോക്താവിന് 40% സബ്സിഡി അനുവദിക്കും. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ജനുവരി 8 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ബന്ധപ്പെട്ട മത്സ്യഭവൻ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477 22 51 103. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.